ചർച്ച ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന തത്വമാണ്. അപ്പോൾ എന്താണ് പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ജലത്തിൽ പൊങ്ങിക്കിടക്കണം അല്ലെങ്കിൽ ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ അത് അതിന്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ഭാരമുള്ള ജലത്തിനെ ഡിസ്പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമ്മൾ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കപ്പല് ജലത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ അതിന്റെ ഭാരത്തിന് തുല്യമായിട്ടുള്ള ഭാരം ജലം അത് ഡിസ്പ്ലേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ കപ്പലിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ പ്ലവന തത്വം എന്നുള്ള കാര്യത്തിൽ പഠിച്ചത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദ്രവത്തില് മുങ്ങുമ്പോൾ, പൂർണ്ണമായിട്ട് ഒരു ദ്രവത്തിൽ മുങ്ങുമ്പോൾ ആ ദ്രവത്തിന്റെ ഒബ്ജക്റ്റിന് തുല്യമായിട്ടുള്ള ദ്രവം വെളിയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷണം എങ്ങനെയായിരുന്നു? ഒരു ഗ്ലാസ് ബീക്കറില് നമ്മളൊരു കല്ലെടുത്തിട്ടു. ആ കല്ലിന് തുല്യമായിട്ടുള്ള ആ കല്ല് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയി പോയി അല്ലെ? നമ്മൾ കണ്ടായിരുന്നു കല്ല് എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ബീക്കറിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ കല്ലിന്റെ വോളിയത്തിന് തുല്യമായിട്ടുള്ള വോളിയം ജലം വെളിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇത് എപ്പോഴേ സംഭവിക്കത്തുള്ളൂ? ഇത് കല്ല് പൂർണ്ണമായി മുങ്ങുമ്പോൾ, ബോഡി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആകുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നുള്ളതിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് പോവാണ്. ആ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം. ഒരു യൂണിറ്റ് വോളിയം സ്പേസിൽ ഒരു മീറ്റർ ക്യൂബ് ആണെങ്കിൽ ആ ഒരു മീറ്റർ ക്യൂബ് സ്പേസിൽ ഉള്ള വസ്തുവിന്റെ മാസം. അപ്പൊ അതാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പഠിച്ചത്. അപ്പോൾ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ പഠിക്കുന്നത്. ആ സംഭവം എന്ന് വെച്ചാൽ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആപേക്ഷിക സാന്ദ്രത? ഇപ്പൊ നമ്മൾ ആപേക്ഷികമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ സാന്ദ്രതയുടെ കേസിൽ, അതായത് ഡെൻസിറ്റിയുടെ കേസിൽ നമ്മൾ ഇത് റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്യുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ടാണ്. അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായി താരതമ്യം ചെയ്ത് വേറൊരു ദ്രവത്തിന്റെ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിന്റെ ഡെൻസിറ്റി പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജലത്തിനേക്കാളും കട്ടി കൂടിയ അല്ലെങ്കിൽ തിക്നെസ് കൂടിയ ദ്രവങ്ങളുണ്ട്. ജലത്തിനേക്കാളും തിക്നെസ് കുറഞ്ഞ ദ്രവങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് വാട്ടർ ഇരിക്കുമ്പോൾ വാട്ടറിനുള്ള ഡെൻസിറ്റി അല്ല നമ്മൾ അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഡെൻസിറ്റി. സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്ടറിലെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സാൾട്ട് വാട്ടറിന് സാധാ ശുദ്ധജലത്തിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഒബ്ജക്റ്റിനെ എടുക്കുന്നു. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ തേനെ നമുക്കറിയാം ജലത്തിനേക്കാളും കട്ടി കൂടിയ നമ്മൾ തേനെടുത്ത് ഒരു ചരിഞ്ഞ പ്രതലത്തിൽ നിന്ന് താഴേക്ക് ഒഴിച്ചാൽ എന്ത് ചെയ്യും? ജലം പോകുന്ന പോലെ പോകത്തില്ല. കാര്യം അതിന് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഈ ഹണി അല്ലെങ്കിൽ ഈ തേന്റെ ഡെൻസിറ്റി നമ്മുടെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബ് സ്പേസിലുള്ള മാസാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേനിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1360 എന്നൊരു സങ്കല്പിക്കുക. ശുദ്ധമായ തേനിന്റെ ഡെൻസിറ്റി ഇത്രയും വരണം. അപ്പോൾ ജലത്തിന്റെ ഡെൻസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. ശുദ്ധജലത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ വേണം. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ റിലേറ്റീവ് ഡെൻസിറ്റിയുമായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ തേനിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്ത് വേണം നമ്മളിവിടെ പറയാം. അപ്പൊ നോക്കുമ്പോ ഇവിടത്തെ ഡെൻസിറ്റി തേനിന്റെ ഡെൻസിറ്റി 1360 ആണ്. അപ്പോ വാട്ടറിന്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഏത് ദ്രവത്തിന്റെയാണോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആ ദ്രവത്തിന്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആരുടേതാണ്? തേനിന്റേതാണ്. അപ്പൊ തേനിന്റേത് 1360 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1.36 എന്ന് കിട്ടും. അപ്പൊ ഈ 1.36 ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് യൂണിറ്റ് ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? ഇത് റേഷ്യോ ആണ് അല്ലെങ്കിൽ അംശബന്ധമാണ്. നിങ്ങൾ മാത്സിൽ മുൻപ് പഠിച്ചിട്ടുണ്ട് എന്താണ് റേഷ്യോ, എന്താണ് അംശബന്ധം എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അംശബന്ധങ്ങൾക്ക് യൂണിറ്റ് പ്രയോഗിക്കേണ്ട കാര്യമില്ല, അത് യൂണിറ്റ് ഇല്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര കിട്ടും? അപ്പോ വാട്ടറിനെ അപേക്ഷിച്ച് തേനിനുള്ള റിലേറ്റീവ് ഡെൻസിറ്റി 1.36 ആണ്. അപ്പൊ ഇത് ഒന്നാമത്താണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ മനസ്സിലാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് തേനിന്
ജലത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് കെറോസിൻ അഥവാ മണ്ണെണ്ണയാണ്. അപ്പൊ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി 810 ആണ്. അപ്പൊ നമ്മൾ ഈ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ഡെൻസിറ്റി ഓഫ് ദ കെറോസിൻ എത്ര? 810 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എത്ര കിട്ടും? 0.81 എന്ന് കിട്ടും. 0.81 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയ്ക്ക് ഏതിനേക്കാളും സാന്ദ്രത കുറവാണ്. മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്ര കിട്ടും? 0.81 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ തേനിന്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.36 എന്നും ഇപ്പോൾ മണ്ണെണ്ണയുടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.81 എന്നും കിട്ടി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒന്നാമത്തെ സന്ദർഭത്തിൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാളും കൂടുതലും, രണ്ടാമത്തെ സന്ദർഭത്തിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാൾ കുറവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാൾ കൂടിയ ദ്രവങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്ത് ചെയ്യും? ജലത്തിൽ താഴ്ന്നു കിടക്കും. നമ്മളൊരു പാത്രത്തിൽ തേനെടുത്ത് അതിലേക്ക് ജലം മിക്സ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് തേൻ എന്ത് ചെയ്യും? ബീക്കറിന്റെ അടിയിൽ പോയി കിടക്കും. നേരെ മറിച്ച് മണ്ണെണ്ണയാണ് ജലത്തിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ മണ്ണെണ്ണ മുകളിൽ കിടക്കും. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാൾ കൂടിയവ ജലത്തിന്റെ താഴെയും റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാൾ കുറഞ്ഞവ ജലത്തിന് മുകളിലും കിടക്കും. അപ്പൊ ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു ടേബിൾ ഉണ്ട് 1.7. 1.7 എന്താണ് പറയുന്നത് പറഞ്ഞാൽ ജലത്തിനേക്കാളും ഡെൻസിറ്റി കൂടിയ ദ്രവങ്ങളും ജലത്തിനേക്കാളും വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ദ്രവങ്ങളും രണ്ട് ടേബിൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മണ്ണെണ്ണയും അതേപോലെ ഈ തേനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒരു ടേബിളിൽ ഒരു സൈഡിൽ 5 എണ്ണം വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഈ ടേബിള് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ജലത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയത് 5 എണ്ണം വേണം, ജലത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞത് 5 എണ്ണം വേണം. അങ്ങനെ ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പാൽ സൊസൈറ്റികളിലും മറ്റും പാല് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ലാക്ടോമീറ്റർ കണ്ടുക. ലാക്ടോമീറ്ററിന്റെ ഘടന എന്താണ്? ലാക്ടോമീറ്റർ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പാലെടുത്ത ശേഷം അതിലേക്ക് ആ ലാക്ടോമീറ്റർ ഡിപ്പ് ചെയ്യുമ്പോൾ ആ ലാക്ടോമീറ്റർ എന്ത് ചെയ്യും? പൊങ്ങിയും താഴ്ന്ന് കിടക്കും. ആ ലാക്ടോമീറ്ററിന്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു അളവില് ഈ ലാക്ടോമീറ്റർ പൊങ്ങിയും താഴ്ന്ന് നിൽക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ ഇതേപോലെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ലിക്വിഡിന്റെയും റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റർ ആണ് ഹൈഡ്രോമീറ്റർ. ഇപ്പോൾ നമ്മൾ വൈൻ, ആൽക്കഹോൾ അതിന്റെയൊക്കെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള വാല്യൂ ഉള്ള റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ട്. അപ്പൊ ഇത്ര റിലേറ്റീവ് ഡെൻസിറ്റി അതിന് വരാവൂ എന്നുണ്ട്. അപ്പൊ ആ ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് ഡെൻസിറ്റി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് ഇനി പോകുന്നത് പാസ്കൽസിലായ ബ്ലൈസ് പാസ്കൽ എന്ത് ചെയ്ത മുന്നോട്ട് വച്ച പാസ്കൽസില ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന പാസ്കൽസില. വളരെയധികം ആപ്ലിക്കേഷനുകളുള്ള, നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പോർഷനാണ് ഈ പാസ്കൽസില. അപ്പൊ പാസ്കൽസില എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്താണ് നമ്മൾ പറയുന്നത് നോക്കാം. നിങ്ങൾ ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പേസ്റ്റ് ഉണ്ട് അല്ലെ? നിങ്ങൾ പല തയ്ക്കുന്ന പേസ്റ്റ്. ആ പേസ്റ്റ് നമ്മൾ ആ അടപ്പ് ഉപയോഗിച്ച് അടച്ച ശേഷം നമ്മൾ ആ പേസ്റ്റിന്റെ ഒരു സൈഡില് ചെറുതായിട്ടൊന്ന് മർദ്ദം കൊടുക്കുക. എന്ത് കാണാം? ഈ പേസ്റ്റ് മറ്റേ സൈഡിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ സൈഡിൽ ഇതിന്റെ വ്യാപ്തം കൂടുന്നതായിട്ട് കാണാം അല്ലെ? നമ്മൾ മറ്റേ സൈഡിൽ ഞെക്കുമ്പോൾ ഈ സൈഡിലോട്ട് വരുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ലേ? എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ, ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഒരു പേസ്റ്റ് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ആ പേസ്റ്റിനകത്തെ ആ ദ്രവരൂപത്തിലുള്ള അല്ലെങ്കിൽ ആ പേസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെളിയിലേക്ക് പോകാൻ പറ്റത്തില്ല. അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, ഒരു സമൃദ്ധ വ്യൂഹമാണ്. അപ്പൊ ഈ സമൃദ്ധ വ്യൂഹത്തിൽ നമ്മൾ ഒരു മർദ്ദം പ്രയോഗിച്ചു അല്ലെ? നമ്മളൊരു മർദ്ദം പ്രയോഗിച്ചു. ഈ മർദ്ദം പ്രയോഗിക്കുമ്പോൾ എന്ത് പറ്റും? ആ പേസ്റ്റ് മൊത്തത്തില് ആ മർദ്ദം വ്യാപിക്കുന്നതായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാസ്കൽസില പറയാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സമൃദ്ധ വ്യൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു സ്ഥലത്ത് ഒരു മർദ്ദം അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഈ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ സമൃദ്ധ വ്യൂഹത്തിൽ മുഴുവനായിട്ട് വ്യാപിക്കുന്നു. എല്ലാ പോയിന്റിലും ഈ മർദ്ദം ഒരുപോലെ എത്തുന്നു.
എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മളൊരു പേസ്റ്റില് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റില് എവിടെ ഞെക്കുന്നു ആ മർദ്ദം എന്ത് ചെയ്യുന്നു, ആ സമ്മർദ്ദ വ്യൂഹത്തില് മുഴുവനായിട്ട് വ്യാപിക്കുന്നു, ആ ക്ലോസ് സിസ്റ്റത്തില് മുഴുവനായിട്ട് വ്യാപിക്കപ്പെടും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ആര് പറഞ്ഞത്? പാസ്കൽ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കുന്ന ഈ ഒരു സംഭവം പാസ്കൽ പറഞ്ഞതിൽ എന്താണ് ഇത്ര ആപ്ലിക്കേഷൻ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതിന്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് നമ്മൾ പാസ്കൽസിലായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കണം. ആ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിറിഞ്ച് കണ്ടു കാണും. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ സിറിഞ്ച് ഇഞ്ചക്ഷൻ എടുക്കുന്ന സിറിഞ്ച് കണ്ടു കാണും. ഈ സിറിഞ്ച് നമ്മൾ സൂചിയില്ലാതെ ആ സിറിഞ്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്യും, അറിയാലേ? അപ്പോൾ പുറത്തേക്ക് ആ മരുന്ന് അല്ലെങ്കിൽ ആ ദ്രാവകം വെളിയിലേക്ക് ചുറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ നമ്മൾ ഈ സിറിഞ്ച് വെള്ളം വലിച്ചെടുത്ത് നിറച്ച ശേഷം ഇതിന്റെ ആ ടോപ്പ് ഭാഗം ഇങ്ങനെ ഞെക്കിപ്പിടിച്ച ശേഷം നമ്മൾ ഈ സിറിഞ്ചിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യത്തില്ല, നീങ്ങത്തില്ല. ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ വാട്ടറിന്, ഈ സിറിഞ്ചിനകത്തുള്ള ഈ വാട്ടറിന് അല്ലെങ്കിൽ ഈ ലിക്വിഡിന്റെ വോളിയം ഒരിക്കലും കുറയത്തില്ല. അപ്പൊ പ്രഷർ പ്രയോഗിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ സിറിഞ്ചിനകത്തുള്ള ദ്രാവകത്തിന്റെ വ്യാപ്തത്തിനെ ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കില്ല. വോളിയം നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വോളിയത്തിനെ കുറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പാസ്കൽ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തില് 2 സിറിഞ്ചുകൾ എന്ത് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഒരു പ്രത്യേക ക്രമീകരണത്തില് അവയെ തമ്മിൽ ഒരു ട്യൂബ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ചിത്രം കാണാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിലും വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഈ എക്സ് നമ്മൾ അളവെടുക്കുന്നത് എക്സ് വൈ. അപ്പൊ ഈ എക്സ് എന്ന ഭാഗത്ത് നമ്മൾ ഒരു മർദ്ദം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ സാധിക്കും? മറ്റേ സൈഡില്, രണ്ടാമത്തെ സൈഡിലെ സിറിഞ്ചില് അതിന്റെ ആ പിസ്റ്റൺ മുകളിലേക്ക് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ പഠിച്ച പാസ്കൽസിലായ ലഘൂകരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മൾ ഒരു സ്ഥലത്ത് പ്രഷർ കൊടുക്കുമ്പോൾ ആ പ്രഷർ എന്ത് ചെയ്യും? ആ സിസ്റ്റത്തിലെ, ആ ക്ലോസ് സിസ്റ്റത്തിൽ, ഇവിടെ ക്ലോസ് സിസ്റ്റമാണ്, ഇവിടെ വാട്ടറിന് വെളിയിൽ പോകാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പൊ ഇതൊരു ക്ലോസ് സിസ്റ്റമാണ്. ഈ ക്ലോസ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? ഈക്വലായിട്ട്, തുല്യമായിട്ട് ഈ പ്രഷർ ഡിവൈഡ് ചെയ്യും. ഈ പ്രഷർ എത്തും. അപ്പൊ അതുകൊണ്ടാണ് സിറിഞ്ച് മുകളിലേക്ക് പോകുന്നത്. നമുക്ക് ഇനി ആപ്ലിക്കേഷൻ, ഇതിന്റെ പാസ്കൽസിലായ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഹൈഡ്രോളിക് ട്രക്കുകൾ, ഹൈഡ്രോളിക് പമ്പ്, ഹൈഡ്രോളിക് ക്രെയിൻ എന്ന് മുതലായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പാസ്കൽസിലായുടെ ആപ്ലിക്കേഷനാണ്. എങ്ങനെ ഇവ പ്രയോഗിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ കാറ് ഉയർത്തുന്നത് കണ്ടിട്ടാണ് അല്ലെ? ഒരു ലിവർ പ്രസ് ചെയ്ത് എന്ത് ചെയ്യും? കാർ ഉയർന്നു പോകും. അതേപോലെ ഹിറ്റാച്ചിയിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കൈ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? ഇത് നമ്മൾ വ്യക്തമായിട്ട് ഈ ആപ്ലിക്കേഷനിൽ പഠിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒരു കാറിനെ ഉയർത്താൻ സാധിക്കും? നിങ്ങളുടെ വീട്ടിൽ ടോയ് കാർ അല്ല, ഒരു യഥാർത്ഥ കാർ, വലിയ കാറിനെ ഉയർത്താൻ സാധിക്കുമോ ഇല്ലയോ? അതെന്റെ ചോദ്യം. സാധിക്കുമോ ഇല്ലയോ? സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ പറയാൻ പറ്റുമോ? അതെ, നമുക്ക് വലിയ ശക്തിയൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ പാസ്കൽസിലായുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, അത് ഉയർത്താൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിഗർ കാണാൻ സാധിക്കും. ഒരു കാറിനെ ഒരു ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് എങ്ങനെ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ചെറിയ ഏരിയ ഉള്ള ഒരു സൈഡും ഉണ്ട്, ഒരു വലിയ ഏരിയ ഉള്ള ഒരു സൈഡും ഉണ്ട്. അതായത് A1 ഉണ്ട്, A2 ഉണ്ട്. അപ്പൊ ഇത് എക്സും അത് വൈയും ആണ്. ഈ സൈഡ് എക്സും ആ സൈഡ് വൈയും ആണ്. അപ്പൊ ഇവിടുത്തെ സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് F1 എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഒന്നാമത്തെ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? താഴോട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. നമ്മൾ താഴോട്ട് ഒന്നാമത്തെ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? F2 മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വാട്ടർ വെളിയിൽ പോകുന്നില്ല, ഇതൊരു ക്ലോസ് സിസ്റ്റമാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പാസ്കൽസായി പഠിച്ച കാര്യം എന്താണ്? ഇവിടെ നമ്മൾ ഒരു ക്ലോസ് സിസ്റ്റത്തിൽ എവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാവരും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഈ പ്രഷർ ഓൺ X = പ്രഷർ ഓൺ Y എന്ന് പറഞ്ഞൂടെ? സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രഷർ നമ്മൾ കണ്ടു. അപ്പൊ ഈ പ്രഷർ എക്സിലെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിലെ പ്രഷർ എന്ന് പറയുന്നത് Px = F1 ഡിവൈഡഡ് ബൈ A1 തന്നെ. സിമ്പിൾ ആണല്ലോ. എന്നാൽ പ്രഷർ ഓൺ Y എങ്ങനെ കണ്ടുപിടിക്കും? F2 ഡിവൈഡഡ് ബൈ A2. സിമ്പിൾ. അപ്പൊ നമ്മൾ പാസ്കൽസിലാ വെച്ച് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? Px = Py. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? F1 ഡിവൈഡഡ് ബൈ A1 = F2 ഡിവൈഡഡ് ബൈ A2. സിമ്പിൾ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ F1 അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ എന്ത് പറ്റും? F1 ഡിവൈഡ് ബൈ F2 ഇസ് ഈക്വൽ ടു A1 ഡിവൈഡ് ബൈ A2. സിമ്പിൾ. ഈ ഒരു ഇക്വേഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റം കണ്ടല്ലോ, ഇതിൽ ആദ്യത്തെ ഏരിയയെക്കാളും 10 ഇരട്ടി ഉള്ള ഒരു ഏരിയ അപ്പുറത്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഫോഴ്സിന് എത്ര വ്യത്യാസം ഉണ്ടാകും നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണ് A2 ഇസ് ഈക്വൽ ടു 10 A2 A1 A2 ഇസ് ഈക്വൽ ടു 10 A1 എന്ന് എടുക്കാം. അപ്പൊ നോക്കാം, നമുക്ക് ഇക്വേഷൻ നോക്കാം. F1 ബൈ F2 ഇസ് ഈക്വൽ ടു A1 ബൈ A2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ A2 എന്ന് പറയാൻ 10 A1 എന്ന് എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? F1 ബൈ A1 ഇസ് ഈക്വൽ ടു F2 ബൈ A2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് A1 ഇസ് ഈക്വൽ A2 is equal to 10 A1 എന്ന് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം F1 by F2 is equal to A1 divided by 10 A1 അല്ലേ? അപ്പൊ A1 ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് എന്തെന്ന് മനസ്സിലാവും? F1 into 10 is equal to F2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ F1ന്റെ 10 ഇരട്ടി ബലം F2 എന്ന സ്ഥലത്ത് ലഭിക്കുന്നു. എന്നാൽ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് A1 എന്നൊരു പ്രതലത്തിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്പുറത്ത് കിട്ടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 10 into 10 ഇരട്ടി 100 ന്യൂട്ടൺ ആയിട്ട് അനുഭവപ്പെടും. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷനിൽ A2 is equal to 1000 A1 എന്ന് എടുത്താൽ നോക്കിയേ, A2 is equal to 1000 A1 എന്ന് എടുത്താൽ F1 by F2 is equal to A1 by A2 ആണ്. അപ്പോൾ A2ൽ വരെ നമ്മൾ 1000 A1 എടുക്കുകയാണ്. അപ്പോൾ A1 ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 1000 F1 is equal to F2 എന്നാ പറഞ്ഞാൽ നമ്മൾ 1 ന്യൂട്ടൺ ബലം A1 എന്നൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് A2 എന്ന സ്ഥലത്ത് എത്ര ഫോഴ്സ് കിട്ടും? അതിന്റെ 1000 മടങ്ങ്, അതായത് 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ 1000 ന്യൂട്ടൺ ഫോഴ്സ് അവിടെ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കിട്ടിയത് എത്രയാണ്? 1000 ന്യൂട്ടൺ ആണ്. ഈ 1000 ന്യൂട്ടൺ കൊണ്ട് നമുക്ക് ഒരു കാർ ഉയർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അപ്പോ ഈ ആനുപാതികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ ബലം കൊടുത്തുകൊണ്ട് ഈ ഒരു പാസ്കൽസ് ലായുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം, ആ ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ക്ലോസ് സിസ്റ്റം വേണം. നമ്മൾ നേരത്തെ വരച്ച പോലെയുള്ള ക്ലോസ് സിസ്റ്റം വേണം. അതിൽ A1 എന്താണ്, A2 എന്താണ്, F1 എന്താണ്, F2 എന്താണ്. ഇപ്പൊ ഈ 4 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ A1-നേക്കാളും വലുതാണ് A2 എങ്കിൽ ഈ സിസ്റ്റം എങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്കറിയാലോ. A2-നേക്കാളും വലുതാണ് A1 ആണെങ്കിൽ സിസ്റ്റം എങ്ങനെ മാറുന്നു? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. ഒരു വീതി കൂടിയ സ്ഥലം മാറുന്നു, വീതി കുറഞ്ഞ സ്ഥലം മാറുന്നു. അപ്പൊ അങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും. അത് പോട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയെടുത്ത് എഴുതുക, A1 എത്രയാണ്, A2 എത്രയാണ്, F1 എത്രയാണ്, F2 എത്രയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുത്തെഴുതുന്നു. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബിന്റെ കേസാണ്. അപ്പൊ അതിന്റെ A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.001256 ആണ്. എന്ത്? മീറ്റർ സ്ക്വയർ. ഏരിയ ആണ് മീറ്റർ സ്ക്വയർ. അപ്പോ A2 തന്നിട്ടുണ്ട്. എത്രയാണ് A2? 0.020096 മീറ്റർ സ്ക്വയർ. അപ്പൊ A1ഉം A2ഉം തന്നിട്ടുണ്ട്. എന്ത്? F1 തന്നിട്ടുണ്ടോ? F1 തന്നിട്ടുണ്ട്. 10 ന്യൂട്ടൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്? സിമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, എന്തൊക്കെ ഇല്ല, F2 ഇല്ല. അപ്പോ നമ്മൾ ഈ ഒരു ക്ലോസ് സിസ്റ്റത്തില് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പുറത്ത് ലഭിക്കുന്ന ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട്. അപ്പോൾ F1 by F2 നമ്മുടെ ഇക്വേഷൻ എന്താണ്? F1 by F2 is equal to A1 by A2 ആണ് അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? F2 is equal to എന്തെന്ന് കിട്ടും? A2 into F1 divided by A1 എന്ന് കിട്ടും. അപ്പൊ A2 എത്ര? 0.020096 into 10 divided by എന്തെന്ന് കിട്ടും? 0.001256 എന്ന് കിട്ടും അല്ലെ? കണക്ക് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു ഫുൾ 10 ന്യൂട്ടൺ അല്ലെങ്കിൽ 20 മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ എളുപ്പത്തിനായിരിക്കും ഞങ്ങൾ ഉദാഹരണം തരുന്നത്. യഥാർത്ഥത്തിൽ അത്രയും മീറ്റർ സ്ക്വയർ എന്താണ്
ഉള്ള പ്രതലമൊന്നും കാണത്തില്ല. അത്രയും നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലില് അത്രയും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ചെറിയ അളവ് നിങ്ങൾ ടെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അത് കൃത്യമായിട്ട് യഥാർത്ഥത്തിലെ ഒരു ഹൈഡ്രോളിക് പമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയൊക്കെ തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ബാക്കി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അതിൽ കിട്ടി F1A × A2 / A1. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 × 10 എന്ന് കിട്ടും. 16 × 10. അപ്പൊ 16 × 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 160 ന്യൂട്ടൺ എന്ന് കിട്ടും. 160 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രകാരത്തിൽ നമുക്ക് ഈ പാഠത്തിൽ ഈ പാസ്കൽസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലങ്ങളും ചെയ്യാൻ സാധിക്കും. ഇക്വേഷൻ എന്താണ്? ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് F1/F2 = A1/A2. അപ്പൊ ഈ ഒരു റേഷ്യോ വെച്ച്, ഈ ഒരു അനുപാതം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ പാസ്കൽസിലായി പഠിച്ചത്? പാസ്കൽസിലായി പഠിച്ചത് എന്താണ്? ഒരു ക്ലോസ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രഷർ ഈക്വൽ ആയിട്ട് ആ സിസ്റ്റം മൊത്തം വ്യാപിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത് ഒരു സമ്മർദ്ദ വ്യൂഹം. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു സമ്മർദ്ദ വ്യൂഹമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പാസ്കൽസിലായി പഠിച്ചത്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചു, പാസ്കൽസിലാ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.